നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. പോയിന്റ് ടേബിളിൽ താഴെ നിൽക്കുന്ന രണ്ട് ടീമായ ചെന്നൈയിൻ എഫ് സിയും അതേപോലെ തന്നെ ഹൈദരാബാദ് എഫ് സിയുമായിരുന്നു ഇന്നലെ ISLൽ ഏറ്റുമുട്ടിയത്. ആ മത്സരത്തിൽ ആദ്യ പകുതിയിൽ സമനിലയിൽ അവസാനിച്ച മത്സരം രണ്ടാം പകുതിയിൽ ഒരു ഗോൾ അടിച്ച് വിജയം കരസ്ഥമാക്കുകയായിരുന്നു ഹൈദരാബാദ് എഫ് സി. 0-1 എന്ന നിലയിലാണ് മത്സരം അവസാനിച്ചത്. ഏതായാലും അവസാന മിനിറ്റിൽ 90 മിനിറ്റ് അടുക്കാൻ നേരത്തായിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ഗോൾ നേടാൻ സാധിച്ചത്. ഹൈദരാബാദ് എഫ് സിയുടെ താരം റാഫി എന്ന് പറയുന്ന താരത്തിന് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ISLൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാൾ എഫ് സി വേഴ്സസ് മോഹൻ ബഗാൻ സൂപ്പർ ജിയൻസ് മത്സരമാണ്. എന്തായാലും ഈ മത്സരമെല്ലാം ആരാധകർ കാത്തിരുന്ന് കാണുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം ഈസ്റ്റ് ബംഗാൾ എഫ് സി മോഹൻ ബഗാൻ മത്സരം എന്നും ആരാധകർക്കൊരു ഹരം തന്നെയാണ്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ഏത് ടീം വിജയിക്കാനാണ് സാധ്യതയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓൾറെഡി ഇപ്പോൾ മോഹൻ ബഗാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് പ്ലേ ഓഫിലേക്ക്. മോഹൻ ബഗാനും അതേപോലെ തന്നെ ഒഡീഷ എഫ് സി, മുംബൈ സിറ്റി എഫ് സി എന്നീ 3 ടീമുകളാണ് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ്, അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, വരും സീസണുകളിലേക്ക് പുതിയ താരങ്ങളെ ടീമിലെത്തിക്കാൻ ഇപ്പോൾ ഓരോ ടീമും സമയമെടുക്കുകയാണ്. അതിനായി പുതിയ താരങ്ങളെല്ലാം ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നലെ തൊട്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോവയുടെ വിങ്ങർ സ്ഥാനത്ത് മികച്ച രീതിയിൽ കളിക്കുന്ന നോവ സദോയ് എന്ന് പറയുന്ന താരത്തിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന്. എന്നാൽ അതിനുശേഷം ആരാധകരുടെ വമ്പൻ ചോദ്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മിഡ്ഫീൽഡർ താരവും ഇപ്പോൾ പരിക്ക് പറ്റി പുറത്തിരിക്കുന്ന അഡ്രിയാൻ ലൂണ ബ്ലാസ്റ്റേഴ്സ് വിടുമോ എന്നാണ്. എന്തായാലും താരം വരികയാണെങ്കിൽ അഡ്രിയാൻ ലൂണ ടീം വിട്ടു പോകുമെന്ന് പല ആരാധകർ പറയുന്നത് പോലെ തന്നെ അഡ്രിയാൻ ലൂണേനെ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലും നിലനിർത്തി നോഹോ എന്ന് പറയുന്ന താരത്തിനെയും ടീമിൽ എത്തിച്ച് മത്സരം കളിപ്പിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയില്ലെങ്കിൽ ലൂണ മറ്റ് ISL ക്ലബ്ബിലേക്ക് പോകാനും സാധ്യത കൂടുതലാണ്. വീഡിയോ നിർത്തുന്നു.